സർ, ഈ ശങ്കര ജയന്തി ദിനത്തിലായിരുന്നു വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത്. പക്ഷേ ഈ ശങ്കര ജയന്തി നമ്മുടെ നാട്ടിൽ വേണ്ടത്ര ആഘോഷിക്കപ്പെടുന്നില്ല. അതല്ലെങ്കിൽ മനഃപൂർവ്വം അത് വിസ്മരിക്കാനായിട്ടുള്ള ചില കാരണങ്ങളുണ്ടാകുന്നു. സത്യത്തിൽ ഈ ശങ്കരാചാര്യർ നമുക്ക് നൽകിയ സംഭാവന എന്താണ്? ഞാനൊരു കാര്യം പറയുന്നത്, ശങ്കരാചാര്യരുടെ മഹത്വം മനസ്സിലാക്കിയ ഞാൻ കണ്ടേക്കണ ഏറ്റവും പ്രമുഖനായ മലയാളി സാക്ഷാൽ കുമാരനാശാനാണ്. കാരണം അദ്ദേഹം കേരളത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഈ കേരളത്തിന്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും മഹത്വം അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് അദ്വൈത വേദാന്ത ചിന്തയുടെ യുക്തിഘടനയെ ലോകത്തിൻ്റെ മുന്നിൽ പ്രതിഷ്ഠിച്ച് അംഗീകാരം നേടിയെടുത്ത ശ്രീ ശങ്കരാചാര്യരുടെ ജന്മഭൂമി എന്നത് മാത്രമാണ്. ഇങ്ങനൊരു വാചകം വേറെ ഒരാളും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. പക്ഷേ മലയാളികൾ ശങ്കരാചാര്യരോട് എന്നും അവമതിപ്പ് സൂക്ഷിച്ചിട്ടുള്ളവരും അവഗണന കാണിച്ചിട്ടുള്ളവരും അവഹേളിച്ചിട്ടുള്ളവരുമാണ് എന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല. കാരണം ഒരു സംഘടനക്കും, ഒരു ജാതി സംഘടനക്കും ശങ്കരാചാര്യരുടെ ആവശ്യമില്ല. നമ്പൂതിരിമാർ ശങ്കരാചാര്യരെ എടുക്കുന്നേയില്ല. അത് കേരളത്തിലെ നമ്പൂതിരിമാർ പൊതുവേ നമ്പൂതിരിമാരുടെ സംഘം ശങ്കരാചാര്യർക്കെതിരാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ശങ്കരാചാര്യ അദ്വൈതവാദിയും കേരളത്തിലെ നമ്പൂതിരിമാർ ദ്വൈതവാദികളുമാണ്. ദ്വൈതം അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുല്യനായിട്ട് മറ്റൊരുവനില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ദ്വൈതത്തിൻ്റെ പ്രത്യേകത. ഞാനും നിങ്ങളും ഭിന്നരാണ് എന്ന്, രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതാണ് ദ്വൈതം. അപ്പോൾ അതിൽ കേമൻ ആരാണെന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾ എന്തു പറയും? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരിൽ കേമൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? അത് ഞാൻ തന്നെയാണ് സാറേ എന്ന്. അത് സ്വാഭാവികമായ ഉത്തരവാണ്. അപ്പോൾ ദ്വൈതം എവിടെ വന്നാലും അതിൽ കിടമത്സരം സ്വാഭാവികമായിട്ട് വരും. ശങ്കരാചാര്യർ ഇതിൻ്റെ അദ്വൈത ഭാവമാണ് ഉൾക്കൊണ്ടത്. അതുകൊണ്ടാണ് സത്യത്തിൽ ശങ്കരാചാര്യൻ ആചാര്യലംഘനം നടത്തിയത് കൊണ്ടാണ് ശങ്കരന് ഭ്രഷ്ട് കൽപ്പിച്ചത് എന്ന് നമ്പൂതിരിമാർ ഇപ്പോൾ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം ഇവർ ദ്വൈതികളും ശങ്കരാചാര്യർ അദ്വൈതിയുമാണ് എന്നത് മാത്രമാണ്. യഥാർത്ഥ കാരണം അതാണ്. യഥാർത്ഥ കാരണം അതാണ്. പക്ഷേ പറയുമ്പോൾ എന്ത് പറയും? ശങ്കരൻ ആചാരം ലംഘിച്ച കാരണം ഞങ്ങൾ അദ്ദേഹത്തെ സമുദായ ഭ്രഷ്ട് കൽപ്പിച്ചു, അത് കാരണം അമ്മ മരിച്ചപ്പോൾ കൂടി ഞങ്ങൾ സഹകരിച്ചില്ല എന്ന് പറയും. കാരണം ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവനാണല്ലോ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് വ്യത്യസ്തനായ ഒരു ശങ്കരാചാര്യരെയാണ് എനിക്ക് പരിചയമുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, അറിവ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മളെല്ലാം പറയും. അറിവിൻ്റെ ഉൽപ്പാദനം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അറിവുണ്ടാകുന്നു. അറിവ് എന്നുള്ളൊരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ അറിവ് എന്ന വാക്കിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആൾ ശ്രീനാരായണ ഗുരുവാണ്. അറിവിലുമേറെ അറിഞ്ഞവൻ തൻ. ഈ അറിവ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. ആ അറിവ് നമ്മൾ ഉണ്ടാക്കുന്നു. ആ അറിവ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും പറയും. അറിവിൻ്റെ വിതരണ നീതിയെക്കുറിച്ച് ആദ്യമായി സംസാരിച്ച ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ മലയാളി ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ സംഭാവന ഉണ്ടാക്കിയ അറിവ് അത് വിതരണം ചെയ്യപ്പെടണം എന്നുള്ള സങ്കല്പമാണ്. ആ അറിവിൻ്റെ വിതരണത്തിന് വേണ്ടിയാണ് ശങ്കരാചാര്യർ 4 പ്രസരണ കേന്ദ്രങ്ങൾ തുടങ്ങിയത്. 4 മഠങ്ങൾ: കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അതിൻ്റെ വിതരണമാണ്. അറിവ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ. അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന അറിവ് ഒരു സ്വകാര്യ സ്വത്തായിട്ട് മാറുകയും ചെയ്യരുത്. അത് ജനങ്ങൾക്ക് അവകാശപ്പെടുന്ന രീതിയിൽ അത് എത്തിക്കണം. ഇതിനു വേണ്ടിയാണ് അന്ന് ഈ 4 ട്രാൻസ്മിഷൻ സെൻ്ററുകൾ സ്ഥാപിച്ചത്. അപ്പോൾ അറിവിൻ്റെ വിതരണ നീതി ജനറേഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിസ്ഡം. നമ്മൾ ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇത് പ്രാപ്തമാക്കണം.
ആർക്ക് പ്രാപ്തമാക്കണം? ഇതൊന്നും നേരെ ചൊവ്വേ അറിയാൻ സാഹചര്യമില്ലാതെ പോകുന്ന മനുഷ്യർക്ക് കൂടി ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന അറിവിൻ്റെ അധികാരികളാക്കി അവരെ കൂടി മാറ്റണം എന്ന സങ്കല്പം ആദ്യം ഉന്നയിച്ച ആളാരാണ്? ശങ്കരാചാര്യരാണ്. ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്. വേറെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അറിവുണ്ടാക്കിയിട്ട് ഈ അറിവ് സ്വകാര്യമാകുന്നത് പോലെ, പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നത് പോലെ അപകടം വേറെ ലോകത്തൊന്നുമില്ല. വിസ്ഡം പ്രൈവറ്റൈസ് ചെയ്താൽ ക്ലർജി വരും. സ്വകാര്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന അറിവാണ് ആരായിട്ട്? പൗരോഹിത്യമായിട്ട് മാറുന്നത്. ഇന്നിപ്പോൾ പൗരോഹിത്യം വരുന്നുണ്ട് പേറ്റൻറ്റിൻ്റെ രീതിയിൽ. ഞാനൊരു അറിവുണ്ടാക്കി, അതെൻ്റെ സ്വന്തമാണ്, ആ അറിവ് എൻ്റെ സ്വന്തമാണ്, അതിൻ്റെ കാശ് മുഴുവൻ എനിക്ക് കിട്ടണം, അത് ഞാനല്ലാത്ത വേറെ ആരും അറിയരുതെന്നാണ്. അപ്പോൾ ക്ലർജി ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ ക്ലർജികളായിട്ട് മാറിയിട്ടുണ്ട്. അറിവുണ്ടാക്കുകയും ആ അറിവ് സ്വകാര്യ സ്വത്തായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും ഈ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറുന്നത്. ആ പൗരോഹിത്യ അറിവിനിടയിലെ പൗരോഹിത്യ മനോഭാവത്തെ ഇല്ലാതെയാക്കിയ ദാർശനികനാണ് ശങ്കരാചാര്യർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ. അദ്വൈത വേദാന്തത്തിൻ്റെ യുക്തിസാഫല്യം എന്ത് എന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുറപ്പിച്ചു എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിൽ തർക്കമില്ല ആർക്കും. അത് ശരിയുമാണ്. പക്ഷെ അദ്വൈതം ശങ്കരൻ്റെ സൃഷ്ടിയല്ല, വ്യാസൻ്റെ സൃഷ്ടിയാണ്. അത് വ്യാസൻ്റെ സൃഷ്ടിയുമല്ല, അതിനു മുൻപേ ഉള്ളതാണ്. ആർഷ പാരമ്പര്യത്തിൻ്റെ സൃഷ്ടിയാണ്, ഋഷി പരമ്പരകൾ ഉണ്ടാക്കിയെടുത്ത സൃഷ്ടിയാണത്. അത് ചെറിയ സംഗതിയല്ല. ആ ഋഷി പരമ്പരകൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ യുക്തി ബോധത്തിൻ്റെ സവിശേഷതകൾ. അത് ക്രമപ്പെടുത്തി ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും ശങ്കരാചാര്യരാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട്, വിസ്മയിക്കുകയും ചെയ്യാവുന്നൊരു കാര്യം. കേരളത്തിൽ ആദ്യമായി ജാതി സമ്പ്രദായത്തിനെതിരെ, ജാതി ഭേദ വിചാരത്തിനെതിരെ സംസാരിച്ച ആൾ ശങ്കരാചാര്യരാണ്. അദ്ദേഹത്തിൻ്റെ നിർവാണാഷ്ടകം എന്ന് പറയുന്ന 6 ശ്ലോകങ്ങളിൽ ന മൃത്യുർ ന ശങ്ക നമേ ജാതിഭേദ, നമുക്ക് ജാതിഭേദ വിചാരമില്ല പറഞ്ഞാൽ ശങ്കരനാണ്. ആ ശങ്കരന് ജാതി കോമരമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് തോന്നണം. അത് കഴിഞ്ഞതിന് ശേഷം ജാതിഭേദം ഇല്ല എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛനും, മൂന്നാമത് നമുക്ക് ജാതിഭേദ വിചാരമില്ല എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവാണ്. ഇവർ 3 പേരും അദ്വൈത വേദാന്തികളാണ്, 3 പേരും. അപ്പോൾ അദ്വൈത വേദാന്തത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട ഒരാൾക്ക് ജാതിഭേദ വിചാരമില്ലാതെ ജീവിക്കാൻ കഴിയൂ. ദ്വൈതികളെല്ലാം ജാതിഭേദ വിചാരത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ജാതിഭേദ വിചാരം ഉൾക്കൊള്ളുന്ന ഒരുത്തനും തനിക്ക് തുല്യനാണ് വേറൊരുത്തനെന്ന് കരുതുന്നേയില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന പ്രശ്നത്തെ അഭിസംബോധന ചെയ്ത ഒരാളാണ് ശങ്കരാചാര്യർ. ഇതാണ് ഞാൻ പറയുന്ന മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താണ്? ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയം അത് സ്ഥാപിച്ച ആളാണ് ശങ്കരാചാര്യർ. എവിടെയൊക്കെ പോയി ഇവിടുന്ന്? അന്ന് വിമാനമില്ല, തീവണ്ടിയില്ല, മോട്ടോർ കാറില്ല, കുതിരവണ്ടിയില്ല, കാൽനട യാത്ര മാത്രം. ഈ കാൽനട യാത്രയായിട്ട് പോകുമ്പോൾ അയാൾക്ക് ബ്രാഹ്മണന്മാരുടെ ഇടയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവനെ പോലത്തെ തിരുമണ്ടൻ ലോകത്ത് ആരുണ്ട്?
ആരെങ്കിലും ഉണ്ടോ? ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. കാരണം അന്ന് പോകുന്നിടത്ത് നിന്ന് കിട്ടുന്ന ഭവതി ഭിക്ഷാന്തേഹി, അവിടെ നിന്ന് കിട്ടുന്നത് ഭക്ഷിച്ച് കിട്ടുന്ന ജലം കാണുന്നവരെ കണ്ട് എല്ലാവരുമായിട്ട് ഇടപഴകി പോയ ഒരാളാണ് ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യ ജാതികോമരമായിട്ടാണ് മലയാളി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സാംസ്കാരിക സമന്വയം ഭാരതത്തിൻ്റെ ഉണ്ടാക്കിയെടുത്ത ഒരു ബിംബമാണ് ശങ്കരാചാര്യർ. അതൊരു ചെറിയ കാര്യമല്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ അവഗണിച്ചു, അവഹേളിച്ചു, അവമാനിച്ചു. അതിന്നും തുടരുകയാണ്. ഇന്നും തുടരുകയാണ്. കരുണാകരൻ ചെയ്ത ഒരു വലിയ സേവനം എന്താണെന്ന് വെച്ചാൽ ശങ്കരാചാര്യരുടെ പേരിലൊരു സർവകലാശാലയെങ്കിലും ഉണ്ടാക്കി എന്നുള്ളതാണ്. ലോകത്ത് വേറെ എവിടെയാണെങ്കിലും ഇത്രയും വലിയൊരു സൈദ്ധാന്തികൻ്റെ, ഒരു വലിയ ഇൻ്റലക്ച്വലിൻ്റെ, ഒരു വലിയ ഫിലോസഫറുടെ പേരിൽ എത്രയോ സർവകലാശാലകൾ ഈ മഹാരാജ്യത്ത് വരേണ്ടതായിരുന്നു. പക്ഷേ ശങ്കരാചാര്യരുടെ പേരിൽ ഒരു ചെറിയ സർവകലാശാല സ്ഥാപിച്ചത് കെ കരുണാകരനാണ്. കരുണാകരൻ ചെയ്തൊരു മഹത്തായ കാര്യം തന്നെയാണ്. അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ച ആളുടെ പേരാണ് ഇ കെ നായനാർ. അതെന്താ? ഇ കെ നായനാർ എതിരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെതിരായിരുന്നു. ഈ നായനാരെ ഈ തമാശ പറയും, ഫലിതം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് മഹാന്മാരാക്കി അവതരിപ്പിക്കുന്നവരുണ്ടല്ലോ, അത്ര വലിയ മഹാനൊന്നുമല്ല. പാർട്ടി സെക്രട്ടറി അയക്കുന്ന സമയത്ത് നടന്ന കൊലപാതകങ്ങൾ അദ്ദേഹം അറിയാതെ നടന്നതാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നായനാർ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അതെ. അക്കാലത്ത് അദ്ദേഹത്തിന് ഫലിതമില്ല, തമാശയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ കേരളത്തിൽ മലബാറിലൊക്കെ എത്രയോ കൊലപാതകങ്ങൾ നടന്ന് അതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം ഭയങ്കര ഇതാണ്, അദ്ദേഹം ഫലിതം പറയുന്നു, അതുകൊണ്ട് അദ്ദേഹം മഹാനാണെന്നാണ് പറയണത്. ആളുകളോടൊക്കെ ചിരിക്കുന്നു. ആൾ ചിരിച്ചാലും മഹാനാകണമെന്നില്ലല്ലോ, ഫലിതം പറഞ്ഞാലും മഹാനാകണമെന്നില്ല. പക്ഷേ ഇതില്ലാതെയാക്കാൻ ശ്രമിച്ച ഒരാളാണ് ഇ കെ നായനാർ. അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന വേളയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് പ്രധാനമന്ത്രിക്ക് വരെ ആ പ്രാധാന്യം അറിയാവുന്നല്ലേ? അല്ല, പ്രധാനമന്ത്രിക്ക് ആ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ശങ്കരാചാര്യ അനുസ്മരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ ഏതെങ്കിലും ഒരു മലയാളി അവിടെ പ്രസംഗിച്ച ഒരു വാക്ക് ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞില്ല. ശങ്കരൻ്റെ ജന്മദിനം, പിന്നെ രണ്ടാമത് ശങ്കരാചാര്യരുടെ ജന്മദിനം ഫിലോസഫേഴ്സിൻ്റെ ഡേ ആക്കി പ്രഖ്യാപിച്ചത് ആരാണെന്നറിയാമോ? ഉമ്മൻചാണ്ടിയാണ്. അവിടെ ശങ്കര ജന്മഭൂമിയിൽ വന്നിട്ടാണ് അത് പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ ഗവൺമെൻറ് ആഘോഷിക്കുന്നില്ല, അത് നിർത്തി. ശങ്കരാചാര്യരായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ശങ്കരാചാര്യരുടെ ദർശനത്തിന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ വിശേഷിച്ചും തമിഴ് ബ്രാഹ്മണർ ശങ്കരാചാര്യരുടെ ഫോളോവേഴ്സായിട്ട് മാറി. മലയാള ബ്രാഹ്മണരല്ല. അപ്പം എന്തായാലും ഈ ശങ്കരാചാര്യർ എന്ന് പറയുന്നത്, കാരണം ഇപ്പോൾ ഇവരെല്ലാവരും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കിത്വം അങ്ങനെയൊക്കെ ചെയ്തതാണ്. അക്കിത്വം അങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ എന്നാണ് പറയണത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഞാനും മറ്റുള്ളവരും രണ്ടായിട്ട് നിൽക്കുകയാണ്, ഇല്ലേ? അതെ. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ആത്മസുഖത്തിൻ്റെ ലക്ഷ്യം അപരൻ്റെ സുഖമാണെന്നാണ്. ഈ ആത്മസുഖത്തിൻ്റെ ലക്ഷ്യം അപരൻ്റെ സുഖമാണെന്ന് പറയുന്നതും ഒരു കണ്ണീർ കണം ഞാൻ നിങ്ങൾക്കായി പൊഴിക്കാം എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് സുനിക്ക് പോലും വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഈ അക്കിത്വമൊന്നും അദ്വൈത വേദാന്തിയേ അല്ല, ദ്വൈതമാണ് അക്കിത്വവും പിന്തുടരേണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിലും അതാണ് കാണുന്നത്. എന്തായാലും വരും കാലത്തെങ്കിലും ഈ ശങ്കരാചാര്യരോട് നമ്മൾ ചെയ്ത പാപം, തെറ്റ്, അതിന് വരും കാലത്തെങ്കിലും പ്രായശ്ചിത്തം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.